എല്ലാവർക്കും നമസ്കാരം. ഇതില് എൻ്റെ മകനുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിരുന്നു. പിന്നീട് അതിൽ ലൈവിൽ വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൈവിൽ വന്ന് പ്രതികരണം തരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും 24 ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എൻ്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് 24 മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലിലും ഉണ്ട്, അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ മുതലക്കണ്ണീര് പലരും ഒഴുക്കുന്നത് കണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? കാരണം ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ 9 കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അവര് പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ഞാനൊരു 10 പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും. മേ ബി പ്രതിയാവാം. ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ, അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പെറ്റി കേസ് എടുത്തോട്ടെ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പക്ഷേ എന്താ വാർത്ത വന്നത്? അഡ്വക്കേറ്റ് പ്രതിഭ MLA മകൻ. അപ്പൊ അവിടെ ദുരുപയോഗം ചെയ്തത് എന്റെ പദവിയെ അല്ലേ, MLA എന്ന പദവിയെ അല്ലേ? റേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ 24 പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്നൊരു ലേഡിയല്ലേ. മാത്രമല്ല, നിങ്ങൾ ഓർക്കണം, അങ്ങേയറ്റ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞു. വീണ്ടും ദയവ് ചെയ്ത് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഇടവരുത്തരുതായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും 24 കണ്ടു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞ ആ ഒരു FIRന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലുമില്ല. അതെങ്ങനെ 24 കിട്ടി? അതാണ് പ്രതിഭ MLA പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച് എവിടെന്നെങ്കിലും കിട്ടിക്കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും, രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ. പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച, പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ 2 ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെയും വെറുതെ ഇതാക്കണ്ട. ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്റെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാനായിരിക്കും. ഇതൊന്നും വെറും വാചകോടിയൊന്നുമല്ല. ഒരാളെയും ഞാൻ അങ്ങനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളല്ല. ഒരു തെറ്റിനും കൂട്ടു നിൽക്കുന്ന ആളല്ല. മദ്യവും മയക്കുമരുന്നോ കഞ്ചാവോ ഉപയോഗിച്ച് ഒരാളെയും രക്ഷിക്കാൻ പ്രതിഭ MLA ഇന്നുവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത്ര ഒരു കേസും ഇല്ല. ആരുടെയും കേസിൽ ഇടപെടില്ല. 24 അതിനോടൊപ്പം മറ്റൊരു ചാനലും ഉണ്ട്. ജനം TV ചെയ്തിരുന്നു. ജനം ചെയ്യുമ്പോൾ നമുക്കറിയാം, ജനം വ്യക്തമായ CPM വൈരാഗ്യമുള്ള ചാനലാണ്. ജനം ചെയ്തോട്ടെ, ഞാൻ ജനമൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ ഇന്നിപ്പോ ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും. ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്കനും സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും, ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 24 ന്യൂസിന് അത് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ. പക്ഷേ എന്റെ എല്ലാ തെളിവുകളുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്, അവൻ പെട്ടുപോയതാണെന്ന് വരെ അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ അതൊന്നും ഈ ഒരു കേസിന്റെ ഒരു ഇതിനെ നിർത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. അതിപ്പോ എന്നോട് പറഞ്ഞതും കാര്യങ്ങളും എല്ലാം എനിക്കറിയാമല്ലോ. അപ്പോ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവന്നു, പ്രതിഭ MLAയിലേക്ക് അത് എത്തിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ശരി. ഈ പറഞ്ഞ 24 ന്യൂസിലെ റിപ്പോർട്ടറെ ഞാൻ നന്നായി തന്നെ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മോശമായി ചെയ്തതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അയാൾ കാണിച്ച ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. ഐ ആം സോറി ഫോർ ദിസ് വേർഡ്, ചെറ്റത്തരം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് 24 ന്യൂസിലെ റിപ്പോർട്ടർ അയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാവം ഒരു സ്ത്രീയെയും അല്ലെ അവരുടെ കുട്ടിയെയും ഇപ്പം വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മകൻ അറിയാത്തൊരു കേസിൽ നിഷ്കളങ്കനായ ആ കുട്ടിയെ തെറ്റായൊരു കാര്യത്തിൽ, കാരണം അവൻ കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നേ, നിങ്ങൾ എന്നെ സംശയിക്കണ്ട. പക്ഷെ അത് ചെയ്യാത്തൊരു കാര്യം വീണ്ടും നിങ്ങൾ വീണ്ടും പറയുകയാണ്. 24 റിപ്പോർട്ടർ മാത്രമല്ല, മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്. കാരണം
അത് മറ്റ് പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവും. ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത്. കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു, മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന്. ഇവിടെ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷേ. ഈ സമൂഹം അങ്ങനെയാണ്. അവനും ചിലപ്പം പോയിരിക്കും, അന്ന് നെഞ്ചു പൊട്ടി നിങ്ങൾ കരയും. ചിലപ്പോ അത് സംഭവിച്ചെന്നിരിക്കാം.